ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ബ്യൂട്ടി ടിപ്സുകളാണ്. നമ്മുടെ ചർമ്മം ചുളിഞ്ഞു പോകുന്നത് നമുക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കും, അല്ലേ? പ്രായമാകും തോറും നമ്മുടെ മുഖവും ചർമ്മങ്ങളൊക്കെ ചുളിഞ്ഞു പോകാറുണ്ട്, അല്ലേ? അപ്പോൾ അത് മാറ്റാനുള്ള കുറച്ച് എളുപ്പ വഴികളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുക. പ്രായം ഏറുന്നതിനനുസരിച്ച് ചർമ്മത്തിൽ വരകളും നേർത്ത ചുളിവുകളും വീഴുന്നത് സ്വാഭാവികമാണ്, അല്ലേ? എന്നാൽ മുഖചർമ്മത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ പലർക്കും ഏറെ വിഷമമാണ്. ചർമ്മത്തെ യൗവനകാലത്തേതുപോലെയാക്കി മാറ്റാൻ പൂർണ്ണമായും സാധിക്കില്ലെങ്കിലും ചുളിവുകളും വരകളും കുറച്ച് ചർമ്മ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനാകും. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത്, ശരിയായ ചർമ്മം പരിചരണത്തിൻ്റെ അഭാവം എന്നിവയ്ക്ക് പുറമേ പ്രായമാവുന്നതിനനുസരിച്ച് കൊളാജൻ, എലാസ്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനം തടയുന്നതും ചർമ്മ ആരോഗ്യം നിലനിർത്തുന്നതിന് പ്രകൃതിദത്തമായ ചില മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങളാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. വെളിച്ചെണ്ണയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫാറ്റി ആസിഡുകളും കൊണ്ട് സമ്പന്നമായതാണ് വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും. ഏറ്റവും മികച്ച പ്രകൃതിദത്ത മോയ്സ്ചറൈസുകളാണ് ഈ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും എന്ന് പറയുന്നത്. നമ്മുടെ ചർമ്മത്തെ പോഷിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ അളവിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ നമ്മുടെ മുഖത്ത് പരട്ടുക. അടുത്തതെന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. ചർമ്മത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും ഉത്തമ പരിഹാര മാർഗമാണ് കറ്റാർവാഴ. ചർമ്മത്തിലെ ജലാംശം നിലനിർത്തി ദൃഢത കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട്. കറ്റാർവാഴ ലഭ്യമാണെങ്കിൽ അതിൽ നിന്നുള്ള ജെല്ല് നേരിട്ട് നമ്മുടെ മുഖചർമ്മത്തിൽ പുരട്ടാം. കറ്റാർവാഴയുടെ സത്ത് അടങ്ങിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഗ്രീൻ ടീ ചർമ്മത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മളെ സഹായിക്കും. തണുപ്പിച്ചെടുത്ത ഗ്രീൻ ടീ ബാഗുകൾ കണ്ണുകൾക്ക് മുകളിൽ അല്പസമയം വെച്ചു കൊടുത്താൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനും ചുളിവുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. അടുത്തതെന്ന് പറയുന്നത് തേനാണ്. തേൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തേൻ നമ്മൾ തേനും പാലും രക്തചന്ദനവും കൂടെ ചേർത്ത് നമ്മൾ മുഖത്ത് ചേർക്കാറുണ്ട്. അതുപോലെ മുൾട്ടാനി മിട്ടിയും തേനും കൂടെ ചേർക്കാറുണ്ട്. രക്തചന്ദനവും തേനും മാത്രമായിട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ തേനിന് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പല ഗുണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ തേനിൽ അടങ്ങിയിരിക്കുന്നത് ചർമ്മ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും ഉള്ള ഒട്ടേറെ ഗുണങ്ങളുണ്ട്. തേനിൽ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനൊപ്പം മൃതകോശങ്ങൾ നീക്കം ചെയ്ത് നിറം വർദ്ധിപ്പിക്കാനും കൊളാജൻ ഉൽപ്പാദനത്തെ സഹായിക്കാനും തേനിന് സാധിക്കും. അസംസ്കൃത തേൻ നേരിട്ട് ഒരു മാസ്കായി മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. 10-15 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയാം. അല്ലെങ്കിൽ തൈര്, നാരങ്ങ നീര്, കറ്റാർവാഴ ഏതെങ്കിലും ഒന്നുമായി കലർത്തി മിശ്രിതമായും മുഖത്ത് പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ് ഏത്തപ്പഴം. ഏത്തപ്പഴം നന്നായി ഉടച്ചെടുത്ത് അത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച ശേഷം 15 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയുക. ചർമ്മത്തിൻ്റെ ജലാംശം നിലനിർത്താൻ കഴിയുന്ന വിറ്റാമിനുകളും പോഷകങ്ങളും ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത് ഞാൻ പറയുന്നത് വെള്ളരിക്കയാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാമല്ലോ, വെള്ളരിക്ക, അല്ലേ? എൻസൈമുകൾ അടങ്ങിയ വെള്ളരിക്ക ചർമ്മത്തിലെ ജലാംശവും ദൃഢതയും നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു ഭാഗം വെള്ളരിക്ക നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് നേരിട്ട് ചർമ്മത്തിലേക്ക് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം.
അടുത്തത് മുട്ടയുടെ വെള്ളയാണ്. ചർമ്മത്തിൻ്റെ മുറുക്കം നിലനിർത്താൻ ഏറെ സഹായകമാണ് മുട്ടയുടെ വെള്ള. ഒരു മുട്ടയുടെ വെള്ള നന്നായി അടിച്ചെടുക്കുക. നന്നായി പതഞ്ഞ പരുവത്തിൽ ഇത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം. 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കളയുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അപ്പോൾ ഈ മാർഗങ്ങൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീനിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായ സൺസ്ക്രീൻ പുരട്ടാനും ധാരാളം വെള്ളം കുടിച്ച് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും സമീകൃത ആഹാരം പോഷക സമൃദ്ധവുമായ ഭക്ഷണക്രമം നിലനിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. മതിയായ ഉറക്കവും വ്യായാമവും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.